പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. സിബി ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചുകൊണ്ട് ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ കേസെടുത്തത്. പിന്നീട് കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. ഇന്നിപ്പോൾ ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. എന്തായാലും കുട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. ഈ ഹർജി തീർപ്പാക്കുന്നവരെ അറസ്റ്റ് പാടില്ല. അതോടൊപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യത്തിൽ എല്ലാ നിലയും ഒരു വിശദീകരണം നൽകാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഈ കുട്ടിക്കൽ ജയചന്ദ്രൻ മുൻകൂർ ജാമ്യം നേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നീട് സുപ്രീം കോടതിയെ ഈ നടൻ ഇപ്പോൾ ഇത്തരത്തിൽ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ 4 വയസ്സുകാരിയായ കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പിന്നാലെ ഈ നടനെതിരെ കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ 7 മാസമായി നടൻ ഒളിവിലാണ്. കസ്ബ പോലീസാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് തടയുകയും പിന്നീട് സംസ്ഥാന സർക്കാരോട് ഇക്കാര്യത്തിൽ വിശദമായ ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യ, പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നും നിർദ്ദേശമുണ്ട്.